The agrarian order and revenue organization during the 9th to 13th century AD. ഇവിടെ പ്രധാനമായും 4 ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. The first one, discuss about agrarian order and revenue organization South India during 9th to 13th century AD. AD 9-ാം നൂറ്റാണ്ടിനും 13-ാം നൂറ്റാണ്ടിനും ഇടയിൽ സൗത്ത് ഇന്ത്യയിലെ അഗ്രേറിയൻ ഓർഡർ ആൻഡ് റവന്യൂ ഓർഗനൈസേഷൻ എപ്രകാരമായിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ക്രിട്ടിക്കലി അനലൈസ് ദ നേച്ചർ ഓഫ് ലാൻഡ് റൈറ്റ് അണ്ടർ ദി ചോളാസ്. ചോള കാലഘട്ടത്തിൽ ലാൻഡ് റൈറ്റ് നേച്ചർ എന്തായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് തയ്യാറാക്കുക. തേർഡ് ക്വസ്റ്റ്യൻ ഈസ്, give a brief account of the nature of land tenures under the ചാലൂക്യ. ചാലൂക്യ കാലഘട്ടത്തിൽ ലാൻഡ് ടെനർ റൈറ്റ്സ് എന്തായിരുന്നു എന്നതിൻ്റെ വിശദീകരണം തയ്യാറാക്കുക. ദ ലാസ്റ്റ് വൺ, അനലൈസ് ദ പാറ്റേൺ ഓഫ് അഗ്രേറിയൻ എക്സ്പാൻഷൻ ഇൻ ആന്ധ്ര റീജിയൻ ഡ്യൂറിങ് ഏർലി മിഡീവൽ പീരിയഡ്. മധ്യകാലഘട്ടത്തിലെ ആന്ധ്രാപ്രദേശത്തിലെ അഗ്രേറിയൻ എക്സ്പാൻഷൻ്റെ പാറ്റേണിനെ കുറിച്ച് വിശദീകരണം തയ്യാറാക്കുക. ഈ 4 ചോദ്യങ്ങളും ഉൾപ്പെടുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഒരൊറ്റ ടോപ്പിക്കാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദ അഗ്രേറിയൻ ഓർഡർ ആൻഡ് റവന്യൂ ഓർഗനൈസേഷൻ 9th to 13th century CE. The answer is, the arrangement of agricultural system underwent additional changes in 9th to 13th centuries due to increased direct involvement of the state in these regions. 9-13 നൂറ്റാണ്ടുകൾക്കിടയിൽ സ്റ്റേറ്റിൻ്റെ ഡയറക്റ്റായിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ഉണ്ടായതോടുകൂടി അഗ്രികൾച്ചറൽ സിസ്റ്റത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അഗ്രികൾച്ചറൽ സിസ്റ്റത്തെ പൂർണ്ണമായും മാറ്റങ്ങൾക്ക് വിധേയമാക്കി എന്നാണ്. കാരണം കൂടുതൽ റവന്യൂ നേടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു സ്റ്റേറ്റിൻ്റെ ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായത്. ഇതിൽ ആദ്യത്തെ ടോപ്പിക്കായിട്ട് വരുന്നത് തമിഴ്നാട്, ദി ചോള പീരിയഡാണ്. ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ക്രിട്ടിക്കലി അനലൈസ് ദ നേച്ചർ ഓഫ് ലാൻഡ് റൈറ്റ് അണ്ടർ ചോളാസ് എന്ന് പറയുന്നത് ഇൻ തമിഴ്നാട്. ഡ്യൂറിങ് ചോള പീരിയഡ് the agricultural system experienced further transformation as the state undertook land surveys and assessment, leading to creation new and large revenue units from the existing peasant region and Brahmadeyas. Under Chola, but during the Chola period, Chola കാലഘട്ടത്തിൽ അഗ്രികൾച്ചർ സിസ്റ്റത്തിന്, കാർഷിക സമ്പ്രദായത്തിന് വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി. പ്രത്യേകിച്ചും അതിന് കാരണമായത് ലാൻഡ് സർവേ കൊണ്ടുവന്നു എന്നുള്ളത്. ലാൻഡ് സർവേയും അസസ്മെൻറ്റുകളും ഉണ്ടായി. നിലവിലുള്ള ബ്രഹ്മദേയ, നോൺ ബ്രഹ്മദേയ റീജിയന് പുറമേ ന്യൂ ലാർജ് റവന്യൂ യൂണിറ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. പുതിയ വലിയ റവന്യൂ യൂണിറ്റുകളെ ക്രിയേറ്റ് ചെയ്തു. ഓൾറെഡി നിലവിലുള്ള ബ്രഹ്മദേയ, നോൺ ബ്രഹ്മദേയ യൂണിറ്റുകൾക്ക് പുറമേ എന്ന് പറയാം. ദിസ് റീസ്ട്രക്ചറിങ് വാസ് ആസ് എ റിസൾട്ട് ഓഫ് ദി സ്റ്റേറ്റ് ഡയറക്റ്റ് എൻഗേജ്മെൻറ്റ് ഓഫ് ലൊക്കാലിറ്റീസ് ആൻഡ് റീജിയൻ. നേരത്തെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരുന്നില്ല സ്റ്റേറ്റിൻ്റെ. എന്നാൽ ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ നേരിട്ടുള്ള ഇടപെടലുകൾ പ്രാദേശികമായി ഉണ്ടായി എന്നുള്ളതാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു റീസ്ട്രക്ചറിങ് രൂപപ്പെട്ടത്. ഹവവർ, ദ ക്രിയേഷൻ ഓഫ് വളനാട് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് നാട് ഓഫ് റവന്യൂ അഡ്മിനിസ്ട്രേഷൻ. റവന്യൂ അഡ്മിനിസ്ട്രേഷന് വേണ്ടി ഒരു കൂട്ടം നാടുകളെ ഒന്നിച്ചു ചേർത്തിട്ട് ഒറ്റ പേരിട്ടിരിക്കുക, വളനാട് എന്ന്. An enhancement of the position of major Brahmadaya into separate revenue unit. അപ്പോൾ ഒരു കൂട്ടം നാടുകളെ വളനാട് എന്നുള്ള രീതിയിൽ മാറ്റം കൊണ്ടുവന്നു, ഒരു യോജിപ്പിച്ചുകൊണ്ട്. ഇതിന് പുറമെ പ്രധാന ബ്രഹ്മദേയ മേഖലയെ സെപ്പറേറ്റ് റവന്യൂ യൂണിറ്റുകളാക്കി മാറ്റുകയും ചെയ്തു. താൻകുറു, താണിയൂർ എന്നൊക്കെ വിളിക്കപ്പെട്ടിരുന്നു.
and with control over several non-Brahmadaya village with a temple. അപ്പോൾ ചില ഗ്രാമങ്ങൾ എന്തായിരിക്കും, ചില നോൺ ബ്രഹ്മദേയ ഗ്രാമങ്ങളുണ്ടാവും, നാടുകളുണ്ടാവും. ഈ വില്ലേജുകൾ ടെമ്പിളിനെ കൂടി ചേർത്തുകൊണ്ട് ഒരു പ്രധാന ബ്രഹ്മദേയ യൂണിറ്റാക്കി മാറ്റി റവന്യൂ ഈടാക്കാനുള്ള ഒരു ഇടപാട് ഉണ്ടാവുക. ഗ്രേറ്റ് intrusion of royal authority through the institution into the region for mobilization of agrarian resource. അപ്പോൾ കാർഷിക മേഖലയെ അടിസ്ഥാനമാക്കി തന്നെ, കാർഷിക മേഖലയിൽ നിന്നുള്ള വരുമാനത്തെ അടിസ്ഥാനമാക്കി നേരത്തെ വലിയ ഇളവുകൾ ബ്രഹ്മദേയ മേഖലയ്ക്ക് ഉണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ ബ്രഹ്മദേയ, നോൺ ബ്രഹ്മദേയ, ടെമ്പിൾ എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്റ്റേറ്റിൻ്റെ ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരിക്കുകയാണ് കൂടുതൽ റവന്യൂ നേടുന്നതിന് വേണ്ടി. ആസ് ദ മാർക്കറ്റ് സെൻറ്റേഴ്സ് നോൺ ആസ് നഗരം multiplied, corporate merchant organization also gained significance in local production and distribution network within each administrative unit or നാട്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന മാർക്കറ്റ് സെൻറ്റേഴ്സ്, ആ മാർക്കറ്റ് സെൻറ്ററുകൾ എന്തായി അറിയപ്പെട്ടു? നഗരം എന്നറിയപ്പെട്ടു. ഈ നഗരങ്ങൾ മൾട്ടിപ്ലൈഡായി, കൂടുതൽ രൂപപ്പെട്ടു എന്നുള്ളതാണ് പുതിയ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ മാർക്കറ്റ് സെൻറ്ററുകളുടെ, നഗരങ്ങളുടെ എണ്ണം കൂടുതലുണ്ടായി. അതുമാത്രമല്ല, മർച്ചൻ്റ് ഓർഗനൈസേഷൻ്റെ ലോക്കൽ പ്രൊഡക്ഷനിലും ഡിസ്ട്രിബ്യൂഷനിലും കൂടുതൽ ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ള. അതായത് ഓരോ നാട്ടിലും, ഓരോ നാടുകളിലും, ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റുകളിലും കൂടുതൽ ലോക്കൽ പ്രൊഡക്ഷനിലും ഡിസ്ട്രിബ്യൂഷനിലും കൂടുതലായിട്ട് മർച്ചൻ്റ് ഓർഗനൈസേഷനുകൾക്ക് ഇടപാടുകൾ, അവരുടെ ഇടപെടലുകളും ഈ കാലഘട്ടത്തിൽ രൂപം കൊണ്ടു. It would appear a communal ownership in Ur continued, although by the end of the Chola period, land right became more complex and stratification of land right became regular on Brahmadaya village too. എന്നാൽ അതേസമയം സാമുദായിക ഉടമസ്ഥതയിലുള്ള ഊര് എന്നുള്ള വ്യവസ്ഥ ചോള കാലഘട്ടത്തിൻ്റെ അവസാനം വരെ പിന്തുടരപ്പെട്ടു എന്നുള്ളത് ഭൂമിയുടെ വർഗീകരണത്തെ കൂടുതൽ സങ്കീർണമാക്കി എന്നുള്ളതാണ്. അതുപോലെ എന്തും നിലനിന്നിരുന്നു? നോൺ ബ്രഹ്മദേയ വില്ലേജുകളും നിലനിന്നിരുന്നു ഈ കാലഘട്ടത്തിൽ. ഈ നോൺ ബ്രഹ്മദേയ വില്ലേജ് land holding was generally common, but towards the close of the period, individual land ownership became prevalent into the village also. നോൺ ബ്രഹ്മദേയ വില്ലേജ് എന്ന് പറയുന്നത് ലാൻഡ് ഹോൾഡിങ് സാധാരണ ഒരു കോമൺ ആയിട്ടുള്ള വസ്തുതയാണ്. അതായത് ഒരു കൂട്ടം, ഒരു സമുദായത്തിൻ്റെ കീഴിലൊക്കെ നിലകൊള്ളുക എന്നുള്ളതായിരുന്നു. എന്നാൽ ചോള കാലഘട്ടത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തിയപ്പോൾ ഇൻഡിവിജ്വൽ ലാൻഡ് ഓണർഷിപ്പ് സാധാരണമായി മാറി. വ്യക്തി കേന്ദ്രീകൃതമായ ഭൂമി കൈവശാവകാശം കൂടുതൽ ഈ കാലഘട്ടത്തിൽ രൂപം കൊണ്ടു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. In Brahmadaya village, landholders and cultivators formed two distinct classes, whereas non-Brahmadaya village, the landholders were themselves cultivators. ബ്രഹ്മദേയ ഗ്രാമങ്ങളിൽ ലാൻഡ് ഹോൾഡേഴ്സും കൾട്ടിവേറ്റേഴ്സും രണ്ട് പ്രധാന വിഭാഗങ്ങളായിരുന്നു. കൃഷി ചെയ്യുന്ന ഒരു വിഭാഗവും കൃഷിഭൂമി ഉടമസ്ഥതയുള്ള ലാൻഡ് ഹോൾഡേഴ്സ്, ഇങ്ങനെ രണ്ട് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. എന്നാൽ നോൺ ബ്രഹ്മദേയ വില്ലേജുകളിൽ ലാൻഡ് ഹോൾഡേഴ്സ് തന്നെയായിരുന്നു കൾട്ടിവേറ്റേഴ്സ്. കൃഷിക്കാരും ഭൂമിയുടെ ഉടമസ്ഥരും ഒന്ന് തന്നെയാണ്. ഇൻഡിവിജ്വൽ ഓണർഷിപ്പ് or share continued in Brahmadaya village with the majority of Brahmana being the owners. വ്യക്തികേന്ദ്രീകൃതമായ ഭൂമി, വ്യക്തികേന്ദ്രീകൃതമായ ഉടമസ്ഥാവകാശം തുടരുക എന്നത് ബ്രഹ്മദേയ ഗ്രാമങ്ങളിൽ തുടർന്നു. അവിടെ ബ്രാഹ്മണർ തന്നെയായിരുന്നു ഭൂമിയുടെ പ്രധാന ഉടമസ്ഥർ എന്നുള്ളത്. സെക്കുലർ ഗ്രാൻഡ് ടു റോയൽ ഫങ്ഷണറീസ് ആൾസോ ഇൻക്രീസ്ഡ് and village placed under such functionaries to whom the revenue were assigned as ജീവിതം. ഇനി സെക്കുലർ ഗ്രാൻഡുകൾ ഉണ്ടായിരുന്നു റോയൽ ഫങ്ഷണറിക്ക് വേണ്ടിയിട്ട്, രാജകീയമായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി
സെക്കുലറായിട്ട് ഗ്രാൻഡ് ചെയ്തിരുന്നുണ്ടായിരുന്നു എന്നാൽ അത് വില്ലേജുകളായിരിക്കും എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ റവന്യൂ അറിയപ്പെട്ടിരുന്നത് ജീവിതം എന്ന പേരിലായിരുന്നു ഇതിൻ്റെ റവന്യൂ അറിയപ്പെട്ടിരുന്നത്. സെയിൽ ആൻഡ് ഗിഫ്റ്റ് ഓഫ് ലാൻഡ് ടു ദ ടെമ്പിൾ ബൈ കാണി ഹോൾഡേഴ്സ് ആൻഡ് ബൈ ഊര് ബിക്കെയിം മോർ ഫ്രീക്വൻറ്റ്. അപ്പോൾ ടെമ്പിളിന്, ക്ഷേത്രങ്ങൾക്ക് വിൽക്കുകയോ ദാനമായിട്ടോ സമ്മാനമായിട്ടോ ഭൂമി നൽകുകയോ ചെയ്യുക എന്നുള്ള പ്രവൃത്തി ഈ കാലഘട്ടത്തിൽ സാധാരണമായി, പ്രത്യേകിച്ചും കാണി എന്ന് പറഞ്ഞാൽ ഉടയാറിൽ നിന്നും അല്ലെങ്കിൽ ഊരിൽ നിന്നും ഇങ്ങനെ ഗിഫ്റ്റായിട്ടോ സെയിലായിട്ടോ കിട്ടിയിരുന്നു. സെയിൽ ലാൻഡിനെ നാൻസി എന്നും ഗിഫ്റ്റഡ് ലാൻഡിനെ പുൻസൈ എന്നും വിളിക്കപ്പെട്ടിരുന്നു. ഇതിന് ഒരു പ്രധാന തെളിവ് അവശേഷിക്കുന്നുണ്ട്. ദർ ആർ റെക്കോർഡ്സ് ഓഫ് സെയിൽ ഓഫ് ഷെയർസ്, പങ്ക്, ടു ജംബുകേശ്വര ടെമ്പിൾസ് ബൈ 16 കാണി ഹോൾഡേഴ്സ് ഇൻ കരിസാത്തങ്കുരി. In fact, all the village was transferred to the temple. And Raja Kurangudi purchased by 39 persons from the two brothers Kani holders, gifted to Jambugeshwara temple and sold to Jambugeshwara temple by an individual, Sembiyan Kurur, who purchased land from 4 Kilavar and their brothers. അപ്പോൾ എന്തെല്ലാമാണ് റെക്കോർഡ്? ജംബുകേശ്വര ടെമ്പിളിൻ്റെ ലാൻഡുമായി ബന്ധപ്പെട്ടാണ് റെക്കോർഡുകളുള്ളത്. റെക്കോർഡിൽ സെയിൽ ചെയ്യപ്പെട്ട ഷെയറുകൾ, പങ്കുകൾ, ആളുകൾക്ക് ലഭിക്കപ്പെട്ടിട്ടുള്ള പങ്കുകൾ സെയിൽ ചെയ്തു എന്നാണ് ടെമ്പിളിന് വേണ്ടിയിട്ട്. 16 കാണി ഹോൾഡേഴ്സ്, കരിസാത്തങ്കര എന്ന് പറയുന്ന സ്ഥലത്തെ വില്ലേജിലെ 16 കാണി ഹോൾഡേഴ്സ് അവരുടെ ഭൂമി ടെമ്പിളിന് സെയിൽ ചെയ്തു, വിറ്റു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഗ്രാമം മൊത്തം ആരുടേതായി മാറി? ടെമ്പിളിൻ്റേതായി മാറി. അതുപോലെ രാജരാജ കുറങ്കുടി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം പർച്ചേസ് 39 പേഴ്സണിൽ നിന്നും 2 ആൻഡ് ഫ്രം 2 ബ്രദേഴ്സ്, 2 ബ്രദേഴ്സ്. അപ്പോൾ 2 ബ്രദേഴ്സിൽ നിന്ന് 39 പേഴ്സൺസ് ഭൂമി വാങ്ങിയെന്ന ഇത് ഗിഫ്റ്റഡ്. എന്നിട്ട് 2 ബ്രദേഴ്സ് പറഞ്ഞാൽ 2 കാണി ബ്രദേഴ്സാണ്. 2 കാണി ബ്രദേഴ്സിൽ നിന്ന് 39 പേഴ്സൺസ് എന്ത് വാങ്ങിച്ചു? ഭൂമി വാങ്ങിച്ചു. ആ ഭൂമി ജംബുകേശ്വര ടെമ്പിളിന് പിന്നീട് എന്ത് ചെയ്തു? സമർപ്പിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ വിറ്റു എന്നുള്ളതാണ്. അതുപോലെ ഒരു ഇൻഡിവിജ്വൽ ഓണർ സെമ്പിയാൻ കുരൂർ എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ലാൻഡ് ഫ്രം 4 കിളവർ, 4 കിളവറിൽ നിന്നും അതുപോലെ അവരുടെ ബ്രദേഴ്സിൽ നിന്നും ഭൂമി വാങ്ങിച്ച് അത് ജംബുകേശ്വര ടെമ്പിളിന് നൽകിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ദേവദാന എന്ന് ഒരു വില്ലേജ് ദേവദാനമായിട്ട് മുഴുവനായിട്ട് ആർക്ക് കൊടുത്തു? ഈ ക്ഷേത്രത്തിന് നൽകി എന്നൊക്കെ. ഇങ്ങനെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഭൂമി വാങ്ങുകയും സമ്മാനമായി നൽകുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു അന്ന് എന്നാണ്. ലാൻഡ് ട്രാൻസ്ഫർ were carried out by individuals either as piece of land or entire village. അപ്പോൾ ഗ്രാമം എന്താണ്? ഭൂമി കൈമാറ്റം ചെയ്തിരുന്നത് വ്യക്തികൾ എങ്ങനെയായിരുന്നു? ഭൂമിയെ കഷ്ണങ്ങളായി വേർതിരിച്ചുകൊണ്ട് ചെറിയ ചെറിയ ഭാഗങ്ങളായി കൈമാറ്റം ചെയ്യുകയോ ഒരു ഗ്രാമത്തെ മൊത്തമായി കൈമാറ്റം ചെയ്യാൻ കഴിവോ ജനങ്ങൾക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ എപ്രകാരം കൈമാറ്റം ചെയ്തിരുന്നു എന്നുള്ളതാണ്. In the later period of Chola rule, land transfer by individual become prevalent in non-Brahmadaya village also. അപ്പോൾ നോൺ ബ്രഹ്മദേയ ഗ്രാമങ്ങളിൽ, നോൺ ബ്രഹ്മദേയ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണൽ ആണല്ലോ, ഈ കമ്മ്യൂണൽ ആയിട്ടുള്ള കൾട്ടിവേഷൻ ലാൻഡ് എന്ന് പറയുന്നത് നോൺ ബ്രഹ്മദേയ വില്ലേജുകളും എന്ത് ചെയ്തിരുന്നു? വ്യക്തി കേന്ദ്രീകൃതമായി തന്നെ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു ചോള കാലഘട്ടത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ എന്ന് പറയപ്പെടുന്നു. Interestingly, such transfers mean the right to produce and the revenue and the seller or grantor remained the Karanmai holder. That is, cultivation rights and also Kudimai occupancy. രസകരമായൊരു വസ്തുത, ഭൂമി കൈമാറ്റം ചെയ്യാനുള്ള അവകാശം
അതിൽ പ്രൊഡ്യൂസ് ചെയ്യാനും അതിൻ്റെ റവന്യൂവും അതിനെ സെല്ല് ചെയ്യാനും അതിനെ ഗ്രാൻഡ് ചെയ്യാനുള്ള അവകാശങ്ങളൊക്കെ കരാൻമൈ ഹോൾഡർക്ക് തന്നെയായിരുന്നു. അതായത് ലാൻഡ് സൂപ്പർവൈസർ എന്നറിയപ്പെടുന്ന ടെനൻസിന് തന്നെയായിരുന്നു. അതിൽ കൾട്ടിവേറ്റ് ചെയ്യാനുള്ള അവകാശം അതാർക്കായിരുന്നു? അതിൽ ഒക്യുപ്പൻസി അതാർക്കുണ്ടായിരുന്നു? കുടിമൈ അതവർക്കുണ്ടായിരുന്നു. വാട്ട് വാസ് ബീയിങ് ട്രാൻസ്ഫേർഡ് വാസ് ദ മേജർ ഷെയർ ഓഫ് ദ പ്രൊഡ്യൂസ് കാണിക്കാട്ടൻ ഓർ കടമൈ, ദാറ്റ്സ് ലാൻഡ് ടാക്സ് പേയബിൾ ടു ദി കിങ്. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രധാനമായും ഷെയർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒന്നതിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അവകാശം, അതിലെ നികുതി അടയ്ക്കാനുള്ള അവകാശമാണ് ഈ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഇൻ സം കേസ് ദ ഡ്യൂസ് ഫ്രം ദ ലാൻഡ് വേർ പെയ്ഡ് ബൈ ദ കൾട്ടിവേറ്റേഴ്സ് ടു ദ ഡൺ ആൻഡ് ടാക്സ് ടു ദ സ്റ്റേറ്റ്. Many land transfers between individuals and temple began to occur. പലപ്പോഴും ഭൂമി കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്ന വ്യക്തികൾക്കിടയിലായിരുന്നു, ചിലപ്പോഴൊക്കെ ആർക്കുമായിരുന്നു? ടെമ്പിളിനും കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. ഇറ്റ് ഈസ് സജസ്റ്റഡ് ബൈ നൊബോറു കറാഷിമ that such transfers led to Kani holders becoming tenant and losing influence. നൊബോറു കറാഷിമ നിർദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്തരത്തിൽ ഭൂമി കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ടെനൻസിന് അതിന് മുകളിലുള്ള സ്വാധീനം എന്ത് ചെയ്യപ്പെടുന്നു? നഷ്ടപ്പെടുന്നു. ആർക്ക് മുകളിൽ? ഭൂമി സ്വന്തം കൈവശം വെക്കാനുള്ള അവകാശമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതാണ് കാണി ഹോൾഡേഴ്സ്. അപ്പോൾ ഭൂപ്രഭുക്കന്മാർക്ക് അതിന് മുകളിൽ ഉണ്ടായിരുന്ന സ്വാധീനം പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇറ്റ് ഈസ് ആൾസോ ഇൻ്റർപ്രിറ്റഡ് ബൈ ജെയിംസ് ഹെയ്റ്റ്സ്മാൻ ടു മീൻ ദാറ്റ് ചോള പീരിയഡ് ഓൺലി റവന്യൂസ് അസൈൻഡ് ആൻഡ് നോട്ട് ട്രാൻസ്ഫർ ഓഫ് ദ ഓണർഷിപ്പ് വിത്ത് നോ എക്കണോമിക് ലോസ് ടു ഡോണർ. ജെയിംസ് ഹെയ്റ്റ്സ്മാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം ചോള കാലഘട്ടത്തിൽ പറയുന്നത് റവന്യൂ അസൈൻ നോട്ട് ട്രാൻസ്ഫർ ഓഫ് ദ ഓണർഷിപ്പ് വിത്ത് നോൺ എക്കണോമിക് ലോസ് ടു ഡോണർ. അപ്പോൾ സാമ്പത്തിക നഷ്ടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല എന്ന് പറയുന്നു? ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല, റവന്യൂ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുള്ളൂ എന്നും സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. ഇൻഫാക്റ്റ് കാട്ടാമേ had by now become tax universally applicable to all the Chola region, the Tamil region. With the Chola organization separated department of revenue administration called Puravuvari Thinikalam. It's a royal functionary like Nad Vagei Seigiriyam Adhigari for organizing the Nadu and Valanadu revenue unit. അപ്പോൾ കാട്ടാമിയാണ് ടാക്സ് അപ്ലൈ ചെയ്യുക ചോള റീജിയനിൽ. ആരൊക്കെയാണ് ഏത് രീതിയിലാണ് നികുതികൾ എന്ന റവന്യൂ അഡ്മിനിസ്ട്രേഷന് പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ആ അധികാരിയെ റോയൽ ഫങ്ഷണറിയിൽ കീഴിലുള്ള അധികാരി എന്ത് ചെയ്യുന്നു? പുറവുവാരി തിണൈക്കാലം എന്നറിയപ്പെട്ടിരുന്നു. നാടുകളിൽ നിന്ന് റവന്യൂ, വളനാട്, നാട് എന്നുള്ളകളിൽ നിന്ന് റവന്യൂ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള റോയൽ ഫങ്ഷണറിയെ വിളിച്ചിരുന്നത് നാടുവകൈ സെയ്ഗിര അധികാരി എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. ദ ടേം കാണി റൈറ്റ്സ് ഇവോൾവ്ഡ് ടു സിഗ്നിഫൈ ഇൻഹെറിറ്റഡ് റൈറ്റ് ഓവർ ലാൻഡ്, representing the right of ownership that could passed by the seller to donor. അപ്പോൾ കാണി റൈറ്റ് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? പാരമ്പര്യമായിട്ടുള്ള അവകാശമാണ്. ഭൂമിക്ക് മുകളിൽ ഭൂമി വിൽക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ വാങ്ങുന്ന ആൾക്ക്, ആർക്കെങ്കിലും വിറ്റ് കഴിഞ്ഞാൽ ആ വാങ്ങുന്ന ആൾക്ക് എന്താണ് കാണി റൈറ്റ്സ് ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ്. ദിസ് കോൺസെപ്റ്റ് ഈസ് അക്കിങ് ടു ദ ലേറ്റർ മിറാസ് റൈറ്റ്. പിന്നീട് ഇതിനെ മിറാസ് റൈറ്റ് എന്ന് വിളിക്കപ്പെട്ടിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഓക്കെ. The individual holding of Kani rights experienced a privileged lifestyle with the village due to their ownership of land. ഇപ്പോൾ വ്യക്തികേന്ദ്രീകൃതമായ ഭൂമി അവകാശമാണ് കാണി റൈറ്റായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയുടെ ഓണറായിട്ടുള്ള വ്യക്തിക്ക് ഗ്രാമത്തിൽ പ്രത്യേക ജീവിത ശൈലി രീതികളും അല്ലെങ്കിൽ പദവികളൊക്കെ ഉണ്ടായി എന്നുള്ളതാണ്. കാണി റൈറ്റ്സ് വൈഡർ മീനിങ് could have exercised only when the unit of the community was unchallenged. സാമുദായികമായി ഐക്യങ്ങളെ വെല്ലുവിളിക്കാത്ത രീതിയിലുള്ള
ഒരു അവകാശമായിരുന്നു കാണി റൈറ്റ് എന്നറിയപ്പെടുന്നത്. അതർവൈസ് ഇറ്റ് മൈറ്റ് ഹാവ് മീൻ മിയർലി ദ റൈറ്റ് ടു പൊസഷൻ ഓഫ് സർട്ടൈൻ പ്ലോട്ട് ഓഫ് ലാൻഡ് ഇൻ ദ വില്ലേജ്. ഇപ്പോൾ ഗ്രാമത്തിലെ ചില ഭൂമി, അതായത് മുഴുവനൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ കുറച്ച് ഭൂമിക്ക് മുകളിൽ, ചില സ്ഥലങ്ങൾക്ക് മുകളിൽ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്ന പൂർണ്ണാവകാശത്തെ കാണി റൈറ്റ് എന്നും വിളിക്കാം. The emergence of number of big landowners by Chola period is indicated by the title such as Udayan, Kilavan, Alvan, Arayan. അപ്പോൾ വലിയ ഭൂ ഉടമകൾ രൂപം കൊണ്ടു ചോള കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ. ഇപ്പോൾ ഈ ബിഗ് ലാൻഡ് ഹോൾഡേഴ്സിനെ വിളിച്ചിരുന്ന പദവികളുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അതാണ് ഉടയാൻ, കിളാവൻ, ആൾവാൻ, അറയ്യാൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു. ഒഫീഷ്യൽ നെയിമുകളായിരുന്നു ഇവ എന്ന്. എക്കണോമിക് ഡെവലപ്മെൻറ്റ് ദ ലോവർ കാവേരി വാലി ഡ്യൂറിങ് middle Chola period, especially 11th century CE, resulted mainly from the distribution of wealth acquiring through wars and increased productivity of land by the development of irrigation system and increased the land grant to official middle Chola period. ഇപ്പോൾ ചോള കാലഘട്ടത്തിൻ്റെ മധ്യകാലഘട്ടം എന്നറിയപ്പെടുന്ന 11ാം നൂറ്റാണ്ടുകളിൽ സാമ്പത്തികമായ വികാസം ഈ ലോവർ കാവേരി തലത്തിലുണ്ടായി എന്ന് പ്രധാനമായും സമ്പത്ത് വിതരണം ചെയ്യപ്പെട്ടതിൽ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിലൂടെയൊക്കെ ലഭിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഉൽപ്പാദനത്തിലൂടെയൊക്കെ ലഭിക്കപ്പെട്ടിട്ടുള്ള സമ്പത്ത് വിതരണം ചെയ്യപ്പെടുകയും ഭൂമി കൂടുതൽ വിതരണം ചെയ്യപ്പെടുക, ജലസേചന സൗകര്യങ്ങൾ കൂടുതൽ രൂപപ്പെട്ടു എന്നുള്ളതുകൊണ്ട് ഈ ഒരു കാലഘട്ടം എക്കണോമിക് ഡെവലപ്മെൻറ്റ് കൂടുതലുണ്ടായ ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തെയാണ് ചോള ഭരണകാലഘട്ടത്തിൻ്റെ മധ്യകാലഘട്ടം എന്നറിയപ്പെട്ടിരുന്നത്. ദിസ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ അപ്പിയറൻസ് മിലിറ്ററി ഹോൾഡിങ്സ്. ഈ കാലഘട്ടത്തിൽ മിലിറ്ററി ഹോൾഡിങ്ങുകൾ ഉണ്ടായിരുന്നു. അതിനെ പല പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇർസാകുളവർ എന്നും പടൈപ്പാരു എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു. ലീസിംഗ് ഔട്ട് ഓഫ് ലാൻഡ് ബെനിഫിറ്റഡ് മോർ ഇൻ നോൺ ബ്രാഹ്മണ ആൻഡ് അതർ ഫ്രോണ്ടിയർ പീപ്പിൾ. അപ്പോൾ ബ്രാഹ്മണരല്ലാത്ത ആളുകൾക്ക് ഭൂമി പാട്ടത്തിന് നൽകുക എന്നുള്ള വസ്തുതയും ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇതും ധനം നേടുന്നതിന് സഹായകമായിരുന്നു. ദ ന്യൂ അഗ്രികൾച്ചർ അറേഞ്ച്മെൻറ്റ് ഓഫ് ലോവർ കാവേരി വാലി വാസ് മാർക്ക്ഡ് ബൈ ഫ്രഷ് ലാൻഡ് ഓണേഴ്സ്, പ്രസൻസ് ഓഫ് എക്സ്റ്റെൻസീവ് ലാൻഡ് ഹോൾഡിംഗ്. അപ്പോൾ ലോവർ കാവേരി വാലിയിൽ കൂടുതൽ പുതിയ ഭൂ ഉടമസ്ഥരുണ്ടായി എന്നുള്ളതും കൂടുതൽ ലാൻഡ് കൈവശം വയ്ക്കുന്ന ആളുകളുണ്ടായി എന്നുള്ളതൊക്കെ ഈ കാലഘട്ടത്തിൻ്റെ സവിശേഷതകളായി സൂചിപ്പിക്കപ്പെടുന്നു. Under Chola irrigation system of Kaveri Valley, which depended mostly mud embankment breaching for canal supply the Nadu through network of canals and a channel crisscross of Nadu promoted by the Nadu chiefs ruling families. അപ്പോൾ ചോള ഭരണകാലഘട്ടത്തിൽ ജലസേചന പദ്ധതി പ്രത്യേകിച്ചും കാവേരി നദീതടത്തെ അടിസ്ഥാനമാക്കി ധാരാളം ഉണ്ടായിരുന്നു. മഡ് ആയിട്ടുള്ള, അതായത് മണ്ണുകൾ കൊണ്ട് നദിയുടെ വശങ്ങൾ കെട്ടി ഉറപ്പുവരുത്തുക, കനാലുകൾ ഉണ്ടാക്കുക. ഇത്തരം കനാലുകൾ, തോടുകൾ നാടുകളിലുടനീളം ഉണ്ടായിരുന്നു. ഈ ചാനലുകൾ നാടുകൾ കീറിമുറിച്ചുകൊണ്ട് നാടുകളുടെ തലങ്ങും വിലങ്ങും ധാരാളം കനാൽ നെറ്റ്വർക്കുകൾ പ്രൊമോട്ട് ചെയ്തു. ഇത് നാടുകളുടെ, പ്രത്യേകിച്ച് നാട് ഭരിച്ചിരുന്ന ചീഫുകളോ അല്ലെങ്കിൽ നാട്ടു പ്രമാണിമാരോ ആയിരുന്നു ഇതിന് നേതൃത്വം നൽകിയിരുന്നത്. അപ്പോൾ കൂടുതൽ നാടുകളിൽ ടാങ്കുകളും റിസർവയറുകളും കൂടുതലുണ്ടായി. ഇത് പലപ്പോഴും റോയൽറ്റിയുടെ കീഴിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് പലപ്പോഴും ലോക്കൽ അസംബ്ലികളായ സഭകളും ഊരുകളും ആയിരുന്നു തമിഴ്നാട്ടിൽ അക്കാലത്ത് പ്രിവിലൻ്റ് ആയിരുന്നു. ഇവർ തന്നെയായിരുന്നു ഈ കനാലുകളെയും ടാങ്കുകളെയും റിസർവയറുകളെയൊക്കെ കൈകാര്യം ചെയ്തിരുന്നത്. Mud embankment and a canal system also introduced newly conquered area like Tamraparni, Gathana Valley, where existing Nadu was expanded and a new Brahmadaya created. ഇപ്പോൾ പുതിയ തോടുകൾ, അതുപോലെ കനാലുകൾ സിസ്റ്റമൊക്കെ ഏറ്റവും കൂടുതലുണ്ടായത് ഏറ്റവും അവസാനമായി കോൺക്വർ ചെയ്തിട്ടുള്ള ഏരിയകളാണ്. താമ്രപർണി, ഗഠാന താഴ്വരകളിലാണ് ഇതുണ്ടായത്. നാടുകളുടെ വികസനത്തിന് ഇത് കാരണമായി. പുതിയ ബ്രഹ്മദയ സൃഷ്ടിക്കാനും ഇത് കാരണമായി.
ലാൻഡ് സർവേ ആൻഡ് അസസ്മെൻറ്റ് ഓഫ് ദ പീരിയഡ് ഓഫ് രാജരാജ ഒന്നാമൻ ആൻഡ് കൊളുത്തുങ്ക ഫസ്റ്റ് വിച്ച് നാട് വകൈ സൈഗിര അധികാരി. നാട് വകൈ സൈഗിര അധികാരി എന്നറിയപ്പെടുന്ന ഒഫീഷ്യൽ. ഈ ഒഫീഷ്യലിൻ്റെ കീഴിൽ വളനാടും നാടും ഒക്കെ ഓർഗനൈസ് ചെയ്തിരുന്നത് ഇദ്ദേഹത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ ഇവരുടെ കീഴിൽ നാടുകൾക്ക് എന്ത് ചെയ്തു, സർവേകളുണ്ടായി, ഭൂമി സർവേയും അസസ്മെൻറ്റും ഉണ്ടായി. പ്രധാനമായും രാജരാജ ഒന്നാമൻ്റെ കാലഘട്ടത്തിലും കൊളുത്തുങ്ക ഒന്നാമൻ്റെ കാലഘട്ടത്തിലുമായിരുന്നു. അതായത് 985 മുതൽ 1014 വരെയായിരുന്നു രാജരാജ ഒന്നാമൻ്റെ കാലഘട്ടം. കൊളുത്തുങ്കൻ്റെ കാലഘട്ടം 1070 മുതൽ 1118 വരെയായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് ഭൂമി സർവേ നടത്തിയതും ഭൂമി അസസ്മെൻറ്റ് നടത്തിയതൊക്കെ, അതിനായി പ്രത്യേക അധികാരികളെയൊക്കെ നിശ്ചയിച്ചതൊക്കെ. അപ്പോൾ അതൊക്കെ ഈ കാലഘട്ടത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു. ഇങ്ങനെ നാട് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി വകയിരുത്തുക എന്നുള്ളത് പലപ്പോഴും അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനെ കൂടുതൽ സ്വാധീനിച്ചു. അതിൻ്റെ കൂടെ റവന്യൂ ഓർഗനൈസേഷനുകൾ ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഈ 11-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയാണ് ഇതൊക്കെ ഉണ്ടായത്. ഇത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തു എന്നുള്ളതാണ്. ഇൻഫാക്റ്റ് ന്യൂ അഗ്രേറിയൻ ഓർഡർ and integration which began under the Pallava and Pandyas were finally led to the optimal development of 11th century. Together the proliferation of the local regional market which by the end of 11th century led to the emergence of trading network and commercial activity including specialization of craft, market and long distance trade. പല്ലവ പാണ്ഡ്യ രാജവംശങ്ങൾ തുടങ്ങി വെച്ച ഈ കാർഷിക മേഖലയുടെ പുരോഗതി, വികസനം എന്നുള്ളത് ചോള കാലഘട്ടത്തിൽ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് നയിച്ചു. അവരും അതിനെ കൂടുതൽ ഉപയോഗിച്ചു. അങ്ങനെ 11-ാം നൂറ്റാണ്ടോടു കൂടിയാണ് ഇതിൻ്റെ പരമാവധി ഡെവലപ്മെൻറ്റിലേക്ക് ഇതിനെ എത്തിയത്. ഇത് ലോക്കൽ റീജിയണൽ മാർക്കറ്റുകളുടെ പുരോഗതിയിലേക്ക് നയിച്ചു. 11-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലേക്ക് എത്തിയപ്പോൾ കൂടുതൽ ട്രേഡ് നെറ്റ്വർക്കുകൾ രൂപപ്പെട്ടു. കൊമേഴ്സ്യൽ ആക്ടിവിറ്റികൾ ഉണ്ടായി. പ്രധാനമായും ക്രാഫ്റ്റിനെ അടിസ്ഥാനമാക്കി കൂടുതൽ നെറ്റ്വർക്കുകളുണ്ടായി. ലോങ് ഡിസ്റ്റൻസ് ട്രേഡ് കൂടുതൽ പുരോഗതിയിലേക്ക്, അതായത് ഈ ഒരു പ്രദേശവുമായി കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ലോങ് ഡിസ്റ്റൻസ് ട്രേഡിലൂടെ ഈ സൗത്ത് ഇന്ത്യ, പ്രത്യേകിച്ചും തമിഴ്നാടിന് കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കപ്പെട്ടു എന്നുള്ളതുമാണ് ഈ ഒരു ഭാഗത്തു നിന്ന് തമിഴ് റീജിയൻ ചോള കാലഘട്ടത്തിലെ നമുക്ക് കൂടുതൽ പരാമർശിക്കാനുള്ളത്. ദ നേച്ചർ ഓഫ് ലാൻഡ് റൈറ്റ് അണ്ടർ ഇൻ ചോള പീരിയഡ് ഇത്രയുമാണുള്ളത്.